ഇതുപോലൊരു പിക്ചർ എങ്ങനെയാണ് സ്കെച്ച് ചെയ്യുന്നത് സിമ്പിളായിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു പിക്ചർ എടുക്കാം. ഞാനത് നോക്കി വരയ്ക്കുകയാണ്. ഞാനുള്ള നോക്കി വരയ്ക്കുകയാണ്. അപ്പോൾ ആദ്യം അതിൻ്റെ ഹെഡിൻ്റെ അളവ് എടുക്കണം. എത്ര ഹെഡ് ഉണ്ടെന്ന് നോക്കണം. ഇത് വെച്ചാൽ മതി. അത് ഒരു ഹെഡ്, 1 2 3 4, ഏകദേശം ഒരു 4 ഹെഡ് അല്ലേ. അപ്പോൾ ഞാനിതിന് ആദ്യം എൻ്റെ തല വരയ്ക്കാം. ഇത് 2H പെൻസിലാണ് ഉപയോഗിക്കുന്നത്. 2H പെൻസിൽ ഉപയോഗിച്ചിട്ട് ഇതിന് തല ഇങ്ങനെ അപ്പോൾ ഹെഡിൻ്റെ അളവ് ഇട്ട് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 1 2 3 ഏകദേശം 4 ഹെഡ്. അതിന് ഹെഡ് ഞാൻ എടുത്ത് 1 2 ഹെഡ് നീളമുണ്ടല്ലോ. 1 2 3 4 ഇത്രയും ഹെഡ് വേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതെടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് അതിൻ്റെ ഹെഡിൻ്റെ ബോഡി ഇത് എവിടെയാണെന്നുള്ളത് ഒരു കാൽക്കുലേഷൻ വേണ്ട. ഇത്രയും ഭാഗത്താണ് 1 2 മൂന്നാമത്തിലാണ് ഈ ബോഡി ഈ ഒരു പോർഷൻ ഇരിക്കുന്നത്. അപ്പോൾ അത് കണക്ക് കൂട്ടിയിട്ട് 1 2 3 അപ്പോൾ ഈ ഒരു പോർഷനാണ് ബോഡി ഇരിക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് വരയ്ക്കാം. അപ്പോൾ എന്താണ് എൻ്റെ സ്കെച്ച് റെഡി ആയിട്ടുണ്ട്. സ്കെച്ച് റെഡി ആയെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, 6 ലൈൻ്റെ പേന ഉപയോഗിക്കും. 6 ലൈൻ്റെ പേന ഉപയോഗിച്ചിട്ട് നമുക്കിത് ബാക്കി ലൈൻസ് വരയ്ക്കാം.
ഓക്കെ. അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ഒരു ഡ്രോയിങ് സ്കെച്ച് ചെയ്തെടുക്കുന്നത്. ഓക്കെ. പിന്നെ അതിനുശേഷം നമ്മൾ ഇത് ഉണങ്ങാൻ ഒന്ന് വെയിറ്റ് ചെയ്യണം. ചിലപ്പോൾ അത് ഇങ്ക് കിടക്കണമെങ്കിൽ പിടിച്ചു കൊടുത്താൽ എല്ലാം കൂടെ പിരിന്നുള്ളൂ. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കണം. ഓക്കെ. എന്നിട്ട് ബാക്കി നമുക്ക് റേസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്ന് വരച്ച് ചേർക്കാനുള്ള ഏരിയ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് അവിടെയൊക്കെ ഫില്ല് ചെയ്യും. ഓക്കെ. കളറൊക്കെ ഫില്ല് ചെയ്യണം. ഇതിപ്പോൾ എനിക്ക് ഉണങ്ങാത്തോണ്ടാണ് അത് ഇളകി വന്നത്. ഓക്കെ. പിന്നെ നമുക്കിത് കളർ ചെയ്ത് എടുക്കാം. അത്രയേ ഉള്ളൂ. ഓക്കെ. ഷെയ്ഡ് എങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഉപയോഗിക്കുന്നത് ഇതിപ്പോൾ 4B ആണ്. അപ്പോൾ ഡാർക്ക് ഉള്ള പെൻസിലിന് 4B 8B എന്നൊക്കെ പറയും. അപ്പോൾ ഇതിനകത്ത് ഇതിപ്പോൾ 4B ഉണ്ട് അല്ലേ, 4B. പിന്നെ ഉള്ളത് അതിനേക്കാൾ ഡാർക്കുള്ളത് 10B ഉണ്ട്. അപ്പോൾ ഇത് വെച്ചായിരിക്കും ഡാർക്കൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഷെയ്ഡ് ചെയ്യുന്ന മെത്തേഡ് പറയുന്നത്. നമുക്ക് പല മെത്തേഡ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ പിടിച്ച് ചെയ്യുന്നത് നല്ല കുറേ നീളം ഉണ്ടെങ്കിൽ നമുക്കതുപോലെ ചെത്തിയിട്ട് ഇത് പറയാം. ഇപ്പോൾ ഇവിടുത്തെ ഏരിയ ഞാൻ ചെയ്ത് നോക്കാം. ഇങ്ങനെ പിടിച്ചിട്ട് നമുക്കിത് ഷെയ്ഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പിടിക്കുമ്പോൾ കൂടുതൽ ഡാർക്കാവും. നല്ല പ്രഷർ കൊടുക്കുമ്പോൾ നല്ല ഡാർക്കായിരിക്കും. എന്നിട്ട് പ്രഷർ കുറയ്ക്കുമ്പോൾ ലൈറ്റായിട്ട് വരും. വേണ്ടേ, ലൈറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പെൻസിൽ പിടിക്കുകയാണെങ്കിൽ വീണ്ടും ലൈറ്റാകും. ഓക്കെ. ഇതുപോലെ ലൈറ്റായിട്ട് വരും. ഇവിടെ നല്ല ലൈറ്റായില്ലേ. പിന്നെ വേറൊരു മെത്തേഡ് നമുക്ക് ഇതിനെ വെച്ചിട്ട് തന്നെ ബ്ലെൻഡിങ് റൂൾസ് ഉപയോഗിക്കും. ഇതിനാണ് ബ്ലെൻഡിങ് റൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വാങ്ങിക്കാൻ പറ്റും. അത് വാങ്ങിയിട്ട് നമുക്ക് ജസ്റ്റ് ഇതുപോലെ വെച്ചിട്ട് നമുക്കത് ബ്ലെൻഡ് ചെയ്യാം. അത് പുറത്തിങ്ങനെ വരച്ച് കൊടുത്താൽ മതി. പിന്നെ അത് അഴുക്ക് വല്ലതും ഉണ്ടോയെന്ന് നോക്കിക്കൊള്ളണം കേട്ടോ. അഴുക്കുണ്ടെങ്കിൽ നമുക്കിത് ഈ സാൻഡ് പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഇറേസ് ചെയ്തിട്ട് തന്നെ ക്ലീൻ ചെയ്യാം. ഓരോ തവണയും വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അഴുക്ക് പറ്റുള്ളൂ. എന്നിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ബ്ലെൻഡായി വരുന്നുണ്ട്. ഈ ഏരിയയാണെങ്കിൽ ഇങ്ങനെ ലൈറ്റായിട്ട് വരും. ഓക്കെ. അപ്പോൾ ഇതുപോലെ ബ്ലെൻഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഉരുട്ടി ചെയ്യാൻ പറ്റും. ഇത് ഉരുട്ടിയിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഏരിയ നല്ല ഡാർക്കായിരിക്കും. പ്രഷർ കൊടുക്കുമ്പോൾ നല്ല ഡാർക്കായിരിക്കും. പ്രഷർ കുറച്ച് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ലൈറ്റായിട്ട് വരും. ഇങ്ങനെ ലൈറ്റായിട്ട് വരും. പ്രഷർ നല്ല കുറയ്ക്കുമ്പോൾ നല്ല ലൈറ്റായിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ അടുത്ത പെൻസിൽ ഉപയോഗിക്കണം. ഞങ്ങളിപ്പോൾ 10B ആണ് ഉപയോഗിച്ചെങ്കിൽ അടുത്ത പെൻസിൽ ഉപയോഗിച്ചെങ്കിൽ ലൈറ്റായിട്ട് വരും. ഓക്കെ. എന്നിട്ട് ബ്ലെൻഡിങ് ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഓക്കെ. ഇതാണ് അതിൻ്റെ മെത്തേഡ്. അപ്പോൾ നമുക്കിത് ഇതിനകത്ത് നിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു പിക്ചറിൽ അപ്ലൈ ചെയ്ത് ഞാനിപ്പോൾ ആദ്യമേ 4B എടുക്കാം. ഇപ്പോൾ 5B എടുക്കുക. 5B ആയാലും കുഴപ്പമില്ല. 5B എടുത്തിട്ട് ഇവിടെ നിന്നാണ് ലൈറ്റ് അടിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നിന്നാണ് സൂര്യൻ. ഓക്കെ. ഞാനിപ്പോൾ ഇവിടെ നിന്നിങ്ങനെ ജസ്റ്റ് ഇതുപോലെ ഉണ്ട്. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഉരുട്ടി പതുക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇതുപോലെ നമുക്ക് ഉരുട്ടി ചെയ്യാം. നമുക്ക് നേരത്തെ ഇങ്ങനെ ഇവിടെ നിന്ന് ലൈറ്റ് അടിക്കുന്നുണ്ട്. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് പേപ്പർ വെയിറ്റ് കൊടുത്തിരുന്നത്. പേപ്പർ കൊടുത്തിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് പതിഞ്ഞാൽ പ്രഷർ കുറച്ച് വളരെ ഇവിടെ ദൂരെ പിടിച്ചേക്കുന്നത്. പ്രഷർ ഇങ്ങനെ കുറച്ച് ലൈറ്റായിട്ട് ഉണ്ടാകണ്ട. അപ്പോൾ ബ്ലെൻഡിൻ്റെ ഉള്ളിൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് ബ്ലെൻഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് അടുത്ത ഇതിനെ തന്നെ നമുക്ക് വീണ്ടും ഡാർക്കാക്കണ്ട. ഇതിനെ പ്രഷർ 5B തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് വീണ്ടും പ്രഷർ കൂട്ടേണ്ട. പ്രഷർ കൂട്ടുമ്പോൾ അവിടെ ഡാർക്കായി വരുന്നുണ്ട്. 10Bയുടെ ആവശ്യം പോലെ ഇതിനകത്ത് ഇല്ലാണ്ട് ഞാനത് ഇങ്ങനെ ആക്കി. ഓക്കെ. അടുത്തത് ഇവിടെ അതുപോലെ തന്നെ
ആദ്യത്തെ ലെയർ ഞാൻ ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ട് ഉരുട്ടി ഇങ്ങനെ പതുക്കെ ചെയ്തിട്ട് ഇവിടെ ഒരു പ്രഷർ നന്നായിട്ട് അങ്ങ് കൂട്ടും. അപ്പം നല്ല ഡാർക്കായി അല്ലേ. ഇത് മുടിക്ക് അത്ര ഒരു നരച്ച മുടിയാണ്. അപ്പോൾ ഞാൻ ഇത്രയും കൊടുത്താൽ വളരെ ഡാർക്കാക്കണ്ട, ഡാർക്ക് മുടിയല്ല. അപ്പോൾ ഇവിടെ പോയിട്ട് ഇങ്ങനെ മുടിയുടെ ഒരു ഷെയ്ഡൊക്കെ കൊടുത്ത് ഇവിടെ നമുക്ക് ഷെയ്ഡ് കൊടുക്കാം. ഈ ഫേസിന് വേണമെങ്കിൽ ചെറിയൊരു ഷെയ്ഡ് കൊടുക്കാം. ഇവിടെ നിന്ന് ഉരുട്ടി ഇവിടെ നിന്ന് ഇങ്ങനെ ലൈറ്റ് എപ്പോഴും അടിക്കുന്നത് ചേച്ചിയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിങ്ങനെ വന്ന് മൂക്കിൻ്റെ അവിടെ വേണമെങ്കിൽ അവിടെ ഒരു ഷെയ്ഡ് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കിത് ബ്ലെൻഡിൻ്റെ കൂടെ ഉപയോഗിക്കുക, ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിനേക്കാൾ ചെറിയ ബ്ലെൻഡിങ്, ചെറിയ ഏരിയകൾ ചെറിയൊരു ഫ്രൂട്ട്സ് എടുത്തിട്ട് നമുക്ക് മൂക്കിൻ്റെ അവിടെയൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. പിന്നെ പ്രഷർ ഇത്തിരി ഡാർക്ക് കൂട്ടണമെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് ഇങ്ങനെ ഡാർക്ക് കൂട്ടി കൊടുത്തേക്കാം. അവളുടെ അവിടെ കുറച്ചുകൂടെ ഡാർക്ക് ഡ്രസ് വേണമെങ്കിൽ ഉരുട്ടി ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇവിടെ ലൈറ്റ് കാണിക്കാൻ വേണ്ടി ഇവിടെ ജസ്റ്റ് എടുക്കുക ഈ ഏരിയയിൽ. ഇവിടെ ലൈറ്റാണെങ്കിൽ ഇപ്പോഴത്തെ ഡാർക്ക്. ഡ്രസ്സിനൊക്കെ വേണമെങ്കിൽ വേറെ കളർ കൊടുക്കാം. അപ്പോൾ ടൈം ലഭിക്കാൻ വേണ്ടി മറ്റേ കളറെല്ലാം കാണിക്കുന്നേ ഉള്ളൂ. എന്നിട്ട് ഇത് ബ്ലെൻഡിൻ്റെ കൂടെ വെച്ചിട്ട് ഇതിങ്ങനെ ബ്ലെൻഡ് ചെയ്യും. ഓക്കെ, അടുത്തത് ഇവിടെ പെൻസ്. ഇതെനിക്കൊന്ന് കുറച്ചുകൂടെ ഷാർപ്പാക്കിയാണെങ്കിൽ കുറച്ചുകൂടെ ഏരിയ കിട്ടില്ല, കുറച്ച് കുഞ്ഞായിട്ടിരിക്കുകയല്ലേ. എനിക്കൊന്ന് കട്ടർ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ. കട്ടർ ഉപയോഗിച്ച് വിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ ഏരിയ കിട്ടുമല്ലോ. ഇത് വേണമെങ്കിൽ സ്റ്റാൻഡ് കൂടെ വെച്ചിട്ടൊന്നും കൂടെ ഷാർപ്പൻ ചെയ്തെടുക്കാം. എന്നാലും ഇവിടെ എഡ്ജ് കുറച്ചുകൂടെ ഇതാക്കണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ചില പെൻസിലൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതൽ നീളം കൂട്ടുകയാണെങ്കിൽ അത് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ സൂക്ഷിച്ച് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ എനിക്കിപ്പോൾ ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെ പിടിച്ചിട്ട് ഓക്കെ, ഇവിടെയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല, കുറച്ചുകൂടെ ഏരിയ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. വരുമ്പോൾ നല്ല ഡാർക്ക് ഇവിടെ പ്രഷർ കൊടുത്ത് ചെയ്താൽ മതി. എന്തെങ്കിലും ഒന്ന് ബ്ലെൻഡിൻ്റെ ഉള്ളിൽ വെച്ചാൽ നമുക്കതിവിടെ മേക്കപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, പിന്നെ ഡാർക്ക് ഇവിടെ കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെയൊക്കെ ഷെയ്ഡ് ഉണ്ടല്ലോ, ഇപ്പോൾ ചെറിയ ഷെയ്ഡ് കൊടുക്കാം. ഓക്കെ, ഇവിടെയും ഡാർക്ക്നെസ് കൂട്ടാം. നമുക്ക് വേറെ എടുക്കാം, 10BK എടുത്ത് ഉപയോഗിച്ചാൽ നല്ല ആക്കാം. അതിനാവശ്യം അനുസരണം. നമുക്കിപ്പോൾ ഇതിനകത്ത് ആവശ്യമില്ലെങ്കിൽ നമ്മൾ വെറുതെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ല ഡാർക്കുള്ളൊരു ഇത് വരികയാണെങ്കിൽ നമുക്ക് 10BK വീണ്ടും അറ്റത്ത് ഉപയോഗിച്ചിട്ട് ഡാർക്കാക്കാം. ഓക്കെ, ഇനി നമുക്കിതിനെ ബ്ലെൻഡിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചിട്ട് ഇത് ബ്ലെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ലൈറ്റ് ആണെങ്കിൽ സാധാരണ നമ്മൾ ഇവിടെ ഏറ്റവും നമുക്ക് ഡാർക്കാക്കാം. അപ്പോൾ കുറച്ചുകൂടെ രസമായിരിക്കണം.
ഞാനത് ബ്ലെൻഡിൻ്റെ ടൂൾ ഉപയോഗിക്കുന്നതാണ് റഫായിട്ട് അങ്ങ് അടിക്കുന്നതാണ്. അതിൻ്റെ മുകളിൽ ബ്ലെൻഡിൻ്റെ ടൂൾ വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് കിട്ടും അത്. ഇവിടെ ഡാർക്കാണ് ഞാൻ വളരെ ലൈറ്റായിട്ടാണ് ചെയ്തത്. ഇവിടെ ഡാർക്കായതുകൊണ്ട് അതേ സെയിം കളർ ഒരിക്കലും കൊടുക്കില്ല, അതിനേക്കാൾ ലൈറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ബ്ലെൻഡിങ് ടൂൾസ് എടുക്കുക, ഇതുപോലെ ചെയ്ത് റെഡിയാക്കി കൊടുത്തേക്കാം.